ഹലോ സുസാമൻ, A1-ൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ തേമ നോയൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. വോഹൻ ടാഗ്, മൊണാറ്റ്, യാരറ്റ്സൈറ്റ്. വോഹൻ ടാഗ് മീൻസ് വീക്ക് ഡേയ്സ്, മൊണാറ്റ് മന്ത്സ്, യാരറ്റ്സൈറ്റ് മീൻസ് സീസൺസ്. ഏതൊക്കെയാണ് വീക്ക് ഡേയ്സ് എന്നും മന്ത്സ് എന്നും അതുപോലെ ഏതൊക്കെയാണ് നമ്മുടെ ജർമ്മനിയിലൊക്കെയുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സീസൺസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വോഹൻ ടാഗ്. വോഹൻ ടാഗ് എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. അതായത് നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ ഏതാണെന്ന് നോക്കാം. സോൺഡാഗ്, മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോഹ്, ഡോണസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്. 7 ദിവസങ്ങളായി അല്ലേ. സോൺഡാഗ്, മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോഹ്, ഡോണസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണാം സാംസ്റ്റാഗ്, സോൺഡാഗ് ഈ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് വോഹൻ എൻ്റെ ആണ്. വോഹൻ എൻ്റെ. മോണ്ടാഗ് മുതൽ ഫ്രൈറ്റാഗ് വരെയുള്ള ദിവസങ്ങൾ വോഹൻ ടാഗയാണ്. അതുപോലെ തന്നെ സാംസ്റ്റാഗും സോൺഡാഗും വോഹൻ എൻ്റെ ആണ്. വോഹൻ എൻ്റെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എന്ന് നമ്മൾ പറയില്ലേ, വീക്കെൻഡ്. ശനി ഞായറുമാണ് നമ്മുടെ വീക്കെൻഡ്. വോഹൻ എൻ്റെ എന്ന് പറയും. അത് ക്ലിയർ ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വോഹൻ ടാഗെ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ എഴുതി നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസുകൾ. അപ്പോൾ ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വോഹൻ ടാഗ് നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഒരു പ്രപ്പോസിഷൻ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രപ്പോസിഷൻ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ആമാണ്. അതിൻ്റെ മീനിങ് ഓൺ എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം, അതായത് ഞായറാഴ്ച ഞാൻ ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ ബിരിയാണി കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ദിവസം, ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമ്മൾ പറയുന്നത്. ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ആ ദിവസം നമ്മളൊരു സെൻറ്റൻസിൽ പറയുന്നതിന് മുമ്പായിട്ട് ആം യൂസ് ചെയ്യുക. ആം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നേരെ പറയായിരുന്നു ഇഷ്വാറെ സോണ്ടാഗ് എന്ന് പറയായിരുന്നു. പക്ഷേ അത് തെറ്റാണ്. ഇഷ്വാറെ ആം സോണ്ടാഗ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബൈഷ്പീൽ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഇഷ്വാറെ ആം സോണ്ടാഗ്, ഞാൻ ഞായറാഴ്ച യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച ഡ്രൈവ് ചെയ്യുന്നു. അവിടെ ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആം എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തു. ഇനി അടുത്തത് ഇസ് ഗേ ആം ഡീൻസ്റ്റാഗ്, ഞാൻ ചൊവ്വാഴ്ച പോകുന്നു. അവിടെയും ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആം യൂസ് ചെയ്തു. ഇനി അടുത്ത എക്സാമ്പിളുകൾ എന്ന് പറയുന്നത് ഇഷ്പീലെ ഫോൺ മോണ്ടാഗ് ബിസ് മിറ്റ്വോഹ്, ഞാൻ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ കളിക്കുന്നു. അതായത് ഇത് 2 ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ, ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെ, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം വരെ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഫോൺ ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഫോണിൻ്റെ മീനിങ് നമ്മൾ കാണാം ഫ്രം, ബിസിൻ്റെ മീനിങ് ടു. ക്ലിയർ ആണല്ലോ. ഐ പ്ലേ ഫ്രം മൺഡേ ടു വെനസ്ഡേ അല്ലെങ്കിൽ ടിൽ വെനസ്ഡേ. ബിസിന് 2 മീനിങ് ഉണ്ട്, ടു അല്ലെങ്കിൽ ടിൽ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇഷ്കോഹെ ഫോൺ ഡോണർസ്റ്റാഗ് ബിസ് സോണ്ടാഗ് പിസ്സ, ഞാൻ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ പിസ്സ കുക്ക് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ. ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം വരെ എന്ന് പറയാനായിട്ട് ഫോൺ ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ ആം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് മന്ത്സ് നമുക്ക് നോക്കാം. ജർമ്മൻ ലാംഗ്വേജിൽ ജാനുവർ, ഫെബ്രുവർ, മേർസ്, ഏപ്രിൽ, മെയ്, യൂണി, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡെസംബർ. ക്ലിയർ ആണല്ലോ. അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ വോഹൻ ടാഗയുടെ കേസിൽ പഠിച്ച പോലെ തന്നെ മൊണാറ്റെ ഏതെങ്കിലും ഒരു മാസത്തെക്കുറിച്ച് പറയാനാണെങ്കിലും അതിനു മുമ്പ് പ്രപ്പോസിഷൻ ഇടാനുണ്ട്. ഏതാണ് ആ പ്രപ്പോസിഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇം ആണ്. ഇം, ഐ എം. അതിൻ്റെ മീനിങ് ഇൻ എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മാസം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇം പ്രപ്പോസിഷൻ ആ മാസത്തിന് മുമ്പ് പറയണം. അടുത്തതോ ഫോൺ ബിസ്, നമ്മൾ നേരത്തെ കണ്ട പ്രപ്പോസിഷൻ തന്നെ. അതായത് ഏതെങ്കിലും ഒരു മാസം മുതൽ മറ്റൊരു മാസം വരെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയാനായിട്ട് ഫോൺ ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കാം. ഇഷ്പീലെ ഫോൺ ഏപ്രിൽ ബിസ് യൂണി, ഞാൻ
ഏപ്രിൽ മുതൽ ജൂൺ വരെ കളിക്കുന്നു. ഇഷ് സ്പീലെ ഫോൺ ആപ്രിൽ ബിസ് ജൂണി. ഞാൻ ഏപ്രിൽ മുതൽ ജൂൺ വരെ കളിക്കുന്നു. അവിടെ ഒരു മാസം മുതൽ മറ്റൊരു മാസം വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫോൺ ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ് ഫാറെ ഇം യാനുവാർ. ഞാൻ ജനുവരിയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ജനുവരിയിൽ ഡ്രൈവ് ചെയ്യുന്നു. അവിടെ ഒരു മാസത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇം എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ് ഹാബെ ഇം സെപ്റ്റംബർ ഗബൂട്ട്സ്റ്റാക്ക്. സെപ്റ്റംബറിൽ എനിക്ക് ബർത്ത്ഡേ ഉണ്ട്. സി കോഹൻ ഇം ഒക്ടോബർ. താങ്കൾ ഒക്ടോബറിൽ കുക്ക് ചെയ്യുന്നു. ഇതും ഒരു പ്രത്യേക മാസത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇഷ് ഹാബെ ഫോൺ യാനുവർ ബിസ് നവംബർ ആർബൈറ്റ്. എനിക്ക് ജനുവരി മുതൽ നവംബർ വരെ വർക്കുണ്ട്. ഈ സെൻറ്റൻസുകൾ ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ഒരു മാസം നമ്മളൊരു സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രപ്പോസിഷൻസ് ഒക്കെ കറക്റ്റ് മനസ്സിൽ വെക്കുക. ഇനി ദി യാറേറ്റ്സൈറ്റൻ. യാറേറ്റ്സൈറ്റൻ മീൻസ് സീസൺസ് എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് സീസൺസ് നോക്കാം. സമ്മർ, വിൻ്റർ, ഫ്രൂലിംഗ്, ഹെർബ്സ്റ്റ്. ഇങ്ങനെ 4 സീസൺസ് ആണുള്ളത്. ഈ സീസൺസിൻ്റെ എല്ലാ ആർട്ടിക്കിൾ ദർ ആണ് കേട്ടോ. ദർ സമ്മർ, ദർ വിൻ്റർ, ദർ ഫ്രൂലിംഗ്, ദർ ഹെർബ്സ്റ്റ്. ക്ലിയർ ആണല്ലോ. അത് വെച്ച് നമുക്ക് 2 എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഈ സമ്മർ, വിൻ്റർ, ഫ്രൂലിംഗ്, ഹെർബ്സ്റ്റ് ഈ സീസൺസ് ഏതെങ്കിലും സെൻറ്റൻസിൽ ഏതെങ്കിലും സീസണിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഈ സീസണിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഇഷ് ഫാറെ ഇം സമ്മർ. ഞാൻ സമ്മറിൽ യാത്ര ചെയ്യുന്നു. ഇഷ് ആബാറ്റെ ഇം വിൻ്റർ. ഞാൻ വിൻ്ററിൽ വർക്ക് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്ക്സിലേക്ക് പോയി നോക്കാം. എന്തൊക്കെയാണ് വർക്കുകൾ? ക്രിയേറ്റ് സെൻറ്റൻസസ് വിത്ത് ദ പ്രപ്പോസിഷൻസ് ഇം, ഫോൺ, ബിസ്. ഇം അതുപോലെ തന്നെ ഫോൺ, ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച രീതിയിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ താഴെ കിടക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. A1-ൻ്റെ 9ാമത്തെ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് വൊക്കാബുലറിനെ കുറിച്ചും പിന്നെ കുറച്ച് പ്രപ്പോസിഷൻസിനെ കുറിച്ചായിരുന്നു. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ചാ ചാओ.